ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 5 വർഷം മുമ്പ് നടന്ന ഒരു കത്രിക വെച്ച് മറഞ്ഞുപോയ തുന്നിക്കെട്ടിപ്പോയ ഒരു സംഭവത്തെ ഭയങ്കരമായിട്ട് സാമാന്യവൽക്കരിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയാകെ പ്രശ്നമാണ്. ഇത് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇവിടുത്തെ പ്രതിപക്ഷവും BJPയും മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് നടത്തിയത്. അത് കൃത്യമായിട്ട് ഈ KKRൻ്റെയും ബ്ലാക്ക് സ്റ്റോണിൻ്റെയും ഒക്കെ അവർ ആയിരക്കണക്കിന് കോടികളുടെ ഇൻഷുറൻസ് സ്കീമുകളുമായിട്ട് ഇവിടത്തേക്ക് വരികയാണ്. ഇവർക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ പണിയാണ് പ്രതിപക്ഷവും BJPയും. 2006 VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് വരികയും ആ ഗവൺമെൻറ്റിൽ ശ്രീമതി ടീച്ചർ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായി മാറുകയും ചെയ്തപ്പോഴാണ് ഇടതുപക്ഷം നടത്തിയ സമരത്തിൻ്റെ തുടർച്ചയിലെ ആ ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് ഹോളിഡേ ഗ്രൂപ്പിന് വിൽക്കുന്ന തീരുമാനം മാറ്റി. ഈ ബ്ലാക്ക് സ്റ്റോൺ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല കേട്ടോ. അവർ റിയൽ എസ്റ്റേറ്റ് ആണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ന്യൂയോർക്ക് കേന്ദ്രമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കോർപ്പറേഷനാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയും. പ്രധാനമായിട്ടും ഭൂമി ഇടപാടുകൾ ഒക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിവിടെ 2600 കോടി രൂപയുടെ ഷെയറാണ് ഈ KKR എന്ന് പറയുന്ന ഗ്രൂപ്പ്. അത് അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ KKR എന്ന് പറയുന്നത്. അതും ന്യൂയോർക്കാണ് അവരുടെ ആസ്ഥാനം. അത് കേരളത്തുള്ള കേരള വിരുദ്ധമായൊരു നിലപാടാണ്. കേരള വിരുദ്ധമായ നിലപാട് എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണ്. ഈ കേരള സ്റ്റോറികൾ പോലെയുള്ള സംഘപരിവാർ പ്രൊപ്പഗൻഡ ക്യാമ്പയിൻ്റെ, അവരുടെ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമകൾ ഒരു ഭാഗത്ത് കേരളത്തെക്കുറിച്ച് അങ്ങേയറ്റം തെറ്റായ ഒരു ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അയാളെ വളരെ സുജായിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്രീധരൻപിള്ള മാത്രമല്ല, രമേശ് ചെന്നിത്തലയും വന്നിരിക്കുന്നു, VD സതീശനും വന്നിരിക്കുന്നു. ഈ അസംബ്ലിക്കകത്തൊക്കെ എന്താണ്, രാജീവ് ഖണ്ഡര എന്തോ ഒരു നിരപരാധിയെ പിടിച്ച് പിണറായി വിജയൻ രാഷ്ട്രീയ വിദ്വേഷം വെച്ചിട്ട് പീഡിപ്പിക്കുകയാണ്. എന്താ ഈ രാഷ്ട്രീയ വിദ്വേഷം? ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ എതിര് നിന്ന ആളാണ് ആര്? ഈ ഖണ്ഡര്. ശബരിമല യുവതീ പ്രവേശ വിധി പിണറായി വിജയനാണോ പ്രഖ്യാപിച്ചത്? ഇന്ത്യയുടെ സുപ്രീം കോടതിയല്ലേ. ആ വിധി വന്നപ്പോൾ AICCയുടെ വക്താവ് ആദ്യം തന്നെ ട്വീറ്റ് ചെയ്തത് എന്താണ്? ഇതൊരു ചരിത്രപരമായ വിധിയാണ്. പ്രവേശനത്തിന് വേണ്ടിയുള്ള വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ചരിത്രപരമായ വിധി എന്നാണ് പറഞ്ഞത്. ജന്മഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എന്താണ്, ആ വിധിയെ സ്വാഗതം ചെയ്തവരാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ആ വിധി നടപ്പാക്കാൻ നിയമപരമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഗവൺമെന്റ് അത് നിർവഹിക്കുക ചെയ്ത്. ഇന്ത്യയിൽ 71% ആളുകൾ ജനസംഖ്യയിൽ ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ 14-15% ആരുള്ളൂ മുസ്ലിങ്ങളുള്ളൂ. പിന്നെ എങ്ങനെയാ മുസ്ലിം ഭക്ഷണം ബീഫ്? എന്ത് യുക്തിയാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ വാദത്തിലുള്ളത്? പലസ്തീൻ പറഞ്ഞാൽ അത് മുസ്ലിം വോട്ട് നേടാനാണെന്ന് പറയും. പലസ്തീൻ ഒരു ഇന്റർനാഷണൽ പ്രശ്നമാണ്. രാഷ്ട്രങ്ങളെ സംബന്ധിച്ച, ജനതകളുടെ സ്വയംനിർണയത്തെ സംബന്ധിച്ച, ഇനിയും അവസാനിക്കാത്ത കൊളോണിയലിസത്തെ സംബന്ധിച്ച ഒരു സാർവദേശീയ പ്രശ്നമാണത്. അതിനെ അങ്ങനെ സമീപിക്കാൻ എന്താണ്, ഈ കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കൂട്ടിലാണെന്ന് പറയും. ഇവരുടെ കണ്ണെപ്പോഴും എന്താണ്, ഈ വോട്ടില. ഇടതുപക്ഷം വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളെ കാണുന്നത്. ലവ് ജിഹാദിനെ പറ്റിയുള്ള ചർച്ചകൾ വരുമ്പോൾ എല്ലാ കാലത്തും ഇടതുപക്ഷ സർക്കാരിനെതിരെ 2006 VS അച്യുതാനന്ദൻ്റെ പത്രസമ്മേളനത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ വരാറുണ്ട്. ഇന്നലെ ഈ കേരള സ്റ്റോറി 2ൻ്റെ ഡയറക്ടറും പറഞ്ഞു, നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇസ്ലാം സമൂഹത്തെ ആകെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണോ പോപ്പുലർ ഫ്രണ്ട്? അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ, മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ എങ്ങനെയാ മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് ആവുക? കേരളത്തിൽ 17ഓളം ആശുപത്രികളുടെ ഓഹരി അന്താരാഷ്ട്ര കമ്പനികളായ KKRഉം ബ്ലാക്ക് സ്റ്റോണും മേടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരും കാലങ്ങളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം സാധാരണക്കാരന് സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നത്. പ്രത്യേകിച്ചും വയറ്റിൽ കത്രിക വെച്ച് മറന്നുപോകുന്ന അവസ്ഥ, അതേപോലെ ഓപ്പറേഷനുകളിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നു. ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഈ സാധാരണക്കാരന് ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്കെതിരെയും വരുന്നു. ഈ രൂപത്തിൽ സാധാരണക്കാരൻ എങ്ങനെ ആശ്രയിക്കും നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിനെ? മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ചികിത്സാലയങ്ങളെ തകർത്താൽ മാത്രമേ, ഇവിടെ ഫഹീം സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ സ്വകാര്യ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരുന്ന വൻകിട വിദേശ കുത്തകൾക്ക്
ഈ കേരളത്തിൻ്റെ ആരോഗ്യ വിപണിയെ ആകെ കൈയടക്കാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ വിപണികളിൽ ഒന്നാണിത്. കാരണം മലയാളിയുടെ ചരിത്രപരമായി തന്നെ രൂപപ്പെട്ടു വന്ന ആരോഗ്യബോധം. അപ്പം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പണം ചെലവാക്കുന്നതിൻ്റെ പ്രതിശീർഷ ചിലവൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കേരളം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ ഒരു 6,000 രൂപയൊക്കെ പ്രതി വർഷം ചിലവാക്കുമ്പോൾ കേരളം എന്താണ് 13,000 രൂപ, ഏറ്റവും ചുരുങ്ങി 13,000 14,000 രൂപയെങ്കിലും എന്താണ് ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തിയും ചിലവാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളുടെ സൗജന്യ ചികിത്സക്ക് പുറത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് നല്ല ആരോഗ്യബോധമുള്ള എന്ന് മാത്രമല്ല 42% മലയാളികളെന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സാണ്, ഇടത്തരക്കാരാണ്, അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ള, അതിൽ തന്നെ നല്ലൊരു ഭാഗം എന്താണ് ഉയർന്ന മധ്യവർഗ സൗകര്യങ്ങളിൽ വരുമാനമൊക്കെ ഉള്ള ആളുകളാണ്. ഇവരെ സ്വാഭാവികമായിട്ടും മലയാളികളുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഷുഗറും പ്രഷറും ഒക്കെയാണ് പ്രധാനമായിട്ട്. അപ്പോൾ പ്രഷറും ഷുഗറും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അത് മുമ്പ് കോവിലനൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് മഹാരോഗങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നിടലാണ്. ഹൃദയത്തെ, വൃക്കയെ, മസ്തിഷ്കത്തെയൊക്കെ, തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന രോഗങ്ങൾ വരും. മലയാളികൾക്കിടയിൽ ഈ രോഗങ്ങളൊക്കെ എന്താണ് വളരെ വ്യാപകമാണ്. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ എന്താണ് വലിയ ചിലവ് കൂടിയ ചികിത്സ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഈ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുക. ലോകമാതൃകയാണ് കേരളം എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഹൃദ്രോഗ ചികിത്സകൾ വിജയകരമായി നടത്താൻ കഴിയുന്ന അവസ്ഥയാണ്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള വൃക്കരോഗികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളിൽ നിന്നെന്താണ് ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ലളിതമായി നോക്കിയാൽ മതി. കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ ഒരു സ്ട്രോക്ക് വന്ന രോഗിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെന്റിലേറ്റർ, കൃത്രിമ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെ ആവശ്യമുള്ള ഒരു രോഗിയാണെങ്കിൽ അവിടുത്തെ ICUവിൽ വെന്റിലേറ്റർ ചാർജായിട്ട് മാത്രം 35,000 രൂപ കൊടുക്കണം. അതിൻ്റെ സർവീസ് ചാർജ് വേറെ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം എന്താണ് 70-80,000 രൂപ വരെ, മരുന്നൊന്നും കൂട്ടാതെ തന്നെ 70-80,000 രൂപ വരെ വരും. നമുക്ക് നമ്മുടെയൊക്കെ അനുഭവമാണ്. എത്രയോ ആളുകൾ ഇത് രോഗമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോയാൽ തിരക്കായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് അവിടെ പോകും. 2-3 ദിവസം കഴിയുമ്പോൾ ഇവരാകെ ബുദ്ധിമുട്ടും. ഇത്രയും വലിയ പണം ബില്ല് താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും മെഡിക്കൽ കോളേജിൽ ഒരു വെന്റിലേറ്റർ സൗകര്യം ഉണ്ടാക്കിയിട്ട് അവിടത്തേക്ക് മാറ്റണം, ഷിഫ്റ്റ് ചെയ്യണം രോഗി എന്ന് പറയും. മെഡിക്കൽ കോളേജിൽ ഈ രോഗി പോയാലോ ഒരു നയാപൈസ അവിടെ ചിലവ് വരുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലും ചില പുറത്തുനിന്ന് വായിക്കേണ്ട മരുന്നൊക്കെ വരുമായിരിക്കും. മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം, സെറിബൽ ത്രോംബോസ്, മസ്തിഷ്കാഘാതം, ഹൃദ്രോഗം, വൃക്കരോഗം, ഇതിനൊക്കെയുള്ള ഏറ്റവും സുരക്ഷിതമായ ചികിത്സാലയമാണ്. മെഡിക്കൽ കോളേജിൽ ഈ സംവിധാനം ഉണ്ടാകുമ്പോൾ എന്താണ്, ബേബി ഹോസ്പിറ്റലിലെ ഒരു ദിവസം വെന്റിലേറ്ററിന് വരെ എന്താണ് 35,000 രൂപ വാടക വാങ്ങിക്കുകയാണ് സ്വകാര്യ ആശുപത്രികൾ. ഇത് ബേബിയുടെ മാത്രമല്ല, മിംസ് ആയാലും മൈത്രായാലും ഒക്കെ എല്ലാ ഹോസ്പിറ്റലുകളെയും അവസ്ഥയാണ്. അപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നൊരു മാറ്റം എന്താണ്, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഈ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. സർക്കാർ ആശുപത്രികളിൽ ആധുനിക ചികിത്സയുടെ, ചെലവ് കൂടിയ ചികിത്സയുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ IMAയുടെ തന്നെ ഒരു കണക്ക് വന്നു. 1750 സ്വകാര്യ ആശുപത്രികളിൽ ഈ 10 വർഷക്കാലത്തിനിടയിൽ, പിണറായി വിജയൻ്റെ ഈ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ പൂട്ടിപ്പോയി. എന്തുകൊണ്ടാണ് പൂട്ടിപ്പോയത്? രോഗമില്ലാത്ത ആളുകളുള്ളതുകൊണ്ടല്ല, രോഗരഹിതമായ രോഗികളില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് എന്താണ്, രോഗികൾ പഴയതുപോലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നില്ല. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം, PHC, താലൂക്ക് ആശുപത്രികൾ, ഇവിടെയെല്ലാം തന്നെ എന്താണ്, ആളുകൾക്ക് അത്യാവശ്യം എല്ലാ രോഗികൾക്കും ചികിത്സ കിട്ടുന്ന സൗകര്യം ഉണ്ടായിരിക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ ആസാദ് മൂപ്പൻ, നമ്മുടെ അലക്സാണ്ടർ, ഇവരെല്ലാം തുടങ്ങിയ ആശുപത്രികളാണിത്. ഇവർ നേരിടുന്ന ഒരു ക്രൈസിസിൻ്റെ ഘട്ടത്തിലാണ് ഇവരുടെ ആശുപത്രികളുടെ ഷെയർ എന്ത് ചെയ്യുന്നത്. ഇവിടെ ഫഹീം സൂചിപ്പിച്ചതുപോലെ ഈ ബ്ലാക്ക് സ്റ്റോൺ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല കേട്ടോ, അവർ റിയൽ എസ്റ്റേറ്റാണ്. ഊഹക്കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ന്യൂയോർക്ക് കേന്ദ്രമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കോർപ്പറേഷനാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നത്.
ഒരു പ്രധാനമായിട്ടും ഭൂമി ഇടപാടുകൾ ഒക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിവിടെ 2600 കോടി രൂപയുടെ ഷെയറാണ് ഈ KKR എന്ന് പറയുന്ന ഗ്രൂപ്പ്, അത് അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ KKR എന്ന് പറയുന്നത്. അതും ന്യൂയോർക്കാണ് അവരുടെ ആസ്ഥാനം. കോൾബർഗ് ക്രാബ്സ് റോസാർട്സ് എന്നാണ് KKRൻ്റെ ഫുൾ ഫോം. ആ ഗ്രൂപ്പ് ഇവിടെ 2600 കോടി രൂപയുടെ ഷെയർ ഓഹരി വാങ്ങിച്ചിരിക്കുക. ഇതേ പ്രശ്നം തന്നെയാണ് മിംസിലുള്ളത്. ആസാദ് മൂപ്പനല്ല ഇപ്പം എൻ്റെ മുതലാളി. അതിൻ്റെ ഭൂരിപക്ഷ ഷെയറുകളും അമേരിക്കൻ ഹെൽത്ത് രംഗത്ത് പണം മുടക്കുന്ന പുതിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ, പുതിയ ഊഹക്കച്ചവട കമ്പനികൾ വന്നിരിക്കുക. അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ കിംസ് അമേരിക്കൻ മൂലധനം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും ഡീജനറേറ്റ് ചെയ്ത എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനപരമായ പ്രവർത്തനങ്ങളിലൂടെ പണം ഉണ്ടാക്കിയ ആളുകളല്ല ഈ മുതലാളിമാരും. ഇവരൊക്കെ എന്താണ്? ഈ ഊഹക്കച്ചവടത്തിൻ്റെ കാസിനോ ക്യാപിറ്റലുകളാണ്, പണം എറിഞ്ഞ് പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പണമെറിഞ്ഞ് പണമുണ്ടാക്കാനുള്ള സൗകര്യം കേരളത്തിൻ്റെ ആരോഗ്യ വിപണിയാണ് എന്നിവർ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ആരോഗ്യ വിപണി പിടിച്ചെടുക്കാൻ വേണ്ടി സ്വകാര്യ കോർപ്പറേറ്റ് മൂലധന ശക്തികൾ വന്നിരിക്കുന്നു. അവർക്ക് അടിയന്തരമായിട്ട് അവരുടെ പണി തുടങ്ങാൻ ഇവിടെ എന്താണ് ആവശ്യം? സർക്കാർ ആശുപത്രികളെ തകർക്കണം, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ ഇല്ലാതാക്കണം, അതിൽ ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കണം? അവിശ്വാസമുണ്ടാക്കണം. അങ്ങനെ അവിശ്വാസമുണ്ടാക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ആശുപത്രിയുടെ അവിടെ ചികിത്സയൊന്നുമില്ല, അതെന്താണ്? വളച്ച് കെട്ടി മാറ്റി വെച്ചതാണ് പൊളിച്ച് പണിയാൻ വേണ്ടിയിട്ട്. അവിടെ യാദൃശികമായിട്ട് പോയ ഒരു നിർഭാഗ്യവതിയായ ഒരു സ്ത്രീ അവിടെ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിനിടയിൽ മരിച്ചു. ആ സംഭവത്തെ വലിയ രീതിയിൽ എന്താണ് എക്സാഗ്രേറ്റ് ചെയ്ത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ് എന്ന ഒരു നെറേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. അതുപോലെ തന്നെയാണ് ഫഹീം സൂചിപ്പിച്ചതുപോലെ ഒരു 5 വർഷം മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നൊരു സർജറിയാണ്. അതിലൊരു കത്രിക വെച്ചു. അതൊരിക്കലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാരണവശാലും അതെന്താണ് അംഗീകരിക്കാൻ പറ്റില്ല. അത് മെഡിക്കൽ എത്തിക്സിനൊക്കെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ആ സർജറിക്ക് നേതൃത്വം കൊടുത്ത ആ സർജറി യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡോക്ടർമാരും ആരൊക്കെയാണ് ഉത്തരവാദിത്തം അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. പക്ഷേ എന്താണ്? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 5 വർഷം മുമ്പ് നടന്ന ഒരു കത്രിക വെച്ച് മറഞ്ഞുപോയ തുന്നിക്കെട്ടിപ്പോയ ഒരു സംഭവത്തെ ഭയങ്കരമായിട്ട് സാമാന്യവൽക്കരിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയാകെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇവിടുത്തെ പ്രതിപക്ഷവും BJPയും മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് നടത്തിയത്. അത് കൃത്യമായിട്ട് ഈ KKRൻ്റെയും ബ്ലാക്ക് സ്റ്റോണിൻ്റെയും ഒക്കെ, അതുമാത്രമല്ല ഈ നിക്ഷേപകർ മാത്രമല്ല, ആരോഗ്യ ഇൻഷുറൻസ് രംഗത്തേക്ക് ഒരുപാട് ഇറ്റലിയിലും UK-യിലും അമേരിക്കയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ കേരളത്തിലേക്ക് വരികയാണ്. അവർ ആയിരക്കണക്കിന് കോടികളുടെ ഇൻഷുറൻസ് സ്കീമുകളുമായിട്ട് ഇവിടത്തേക്ക് വരികയാണ്. ഇവർക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ പണിയാണ് പ്രതിപക്ഷവും BJPയും ചേർന്ന് നടത്തിയത്. അത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി പിന്തുണ അവർക്ക് കിട്ടി. യഥാർത്ഥത്തിൽ കേരളത്തെപ്പോലെ വളരെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അത് നേരിടുന്നത് പുതിയ പ്രശ്നങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. ഇപ്പം സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ വരുമ്പോൾ എന്താണ്? അവിടെ രോഗികളുടെ തിരക്ക് കൂടും. അതെ, ആളുകൾ പണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിച്ചിരുന്ന ഇടത്തരം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനം, നമ്മുടെ കേരള പഠനത്തിൽ അത് പറയുന്നുണ്ട്. നേരത്തെ അത്യാവശ്യം നിവൃത്തിയുള്ള ആളുകളൊക്കെ എന്താണ് സ്വകാര്യ ആശുപത്രിയിലാണ് പോയത്. അവരിപ്പോൾ സ്വകാര്യ ആശുപത്രിയേക്കാൾ കാര്യക്ഷമമായ ചികിത്സയും സൗകര്യങ്ങളുമുള്ളത് സർക്കാർ ആശുപത്രികളാണ്. കേരളത്തിൽ കോവിഡ് കാലത്ത് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ആശ്രയിച്ചതാരാണ്? ഇടത്തരക്കാരും ധനികരും എല്ലാവരും ആശ്രയിച്ചത് മെഡിക്കൽ കോളേജിലാണ്. ഏറ്റവും സൂക്ഷ്മതയുള്ള സർക്കാർ സംവിധാനമാണ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് അതിനെയാണ് ആശ്രയിച്ചത്. അപ്പോൾ ഇന്ന് സർക്കാർ ആശുപത്രികളെ ഏറ്റവും കൂടുതൽ, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആളുകളുള്ളൊരു സമൂഹമാണ് കേരളം. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും പൊളിച്ചു കളയുക, അങ്ങനെ ഈ സ്വകാര്യ ആരോഗ്യ കുത്തകൾക്ക് കേരളത്തിൻ്റെ ആരോഗ്യ വിപണിയിൽ വലിയ രീതിയിൽ കൊള്ള നടത്താനുള്ള അവസരമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തൊട്ട് ഇവിടുത്തെ BJPയുടെ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ് 4 കോടി രൂപ CPMന് കൊടുത്തിട്ടാണെന്ന് എന്ന് പറഞ്ഞാൽ വായിൽ തോന്നിയത് കോതക്ക് പാട്ടുപോലെ എന്ന് പറയുന്ന യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത അപവാദ പ്രചരണങ്ങളുടെയും ഈ ബിംബനിർമ്മിതിയുടെയും ഇമേജ് നിർമ്മിതിയുടെയും ഒക്കെ തന്നെ ഒരു ഈ സത്യാനന്തരകാല ലീലകളിൽ രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾ നിരുത്തരവാദമായ ആരോപണം ഉന്നയിക്കുക. ഇതെല്ലാം തന്നെ ആകത്തുകയിൽ
പരിശോധിച്ചാൽ ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ സ്വകാര്യ ആരോഗ്യരംഗത്ത് വരുന്ന വൻകിട വിദേശ മൂലധന ശക്തികളെ സഹായിക്കാനുള്ള, അവർക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മുട്ടെടുക്കുക. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പിന്നെ ഒരു കാര്യം, ഇപ്പം നമുക്ക് ബേബി പോയിട്ട് കുറച്ച് ചികിത്സിക്കാം, ഇപ്പം നമുക്ക് മിംസിലും മൈത്രയിലൊക്കെ പോയിട്ട് ചികിത്സിക്കാം. പക്ഷെ അവരിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സംവിധാനം ആകെ മാറും. നമുക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവർ വരുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രികൾക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്തി അതിനെ തകർത്താൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാൽ ചികിത്സ കിട്ടാത്ത അരക്ഷിതത്വത്തിൻ്റെതായ ഒരു സാഹചര്യത്തിലേക്ക് അവർ തള്ളിവിടും. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് ഈ ക്യാമ്പയിനൊക്കെ ലക്ഷ്യം വെക്കുന്ന എന്താണ്? കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഈ രീതിയിൽ ശക്തിപ്പെടുത്തി ലോകോത്തരമാക്കിയ ഒരു ഗവൺമെൻറ്റിന് ഭരണത്തുടർച്ചയുണ്ടാവരുത്, പിണറായി വിജയൻ സർക്കാരിന് ഭരണത്തുടർച്ചയുണ്ടാവരുത് എന്ന നെറേഷനിലേക്കാണ് ഈ പ്രചരണങ്ങളെല്ലാം പോകുന്നത്. ഇത് ഓരോ രംഗം എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. 1992 കരുണാകര സർക്കാർ, അന്നത്തെ ആരോഗ്യമന്ത്രി NDPയുടെ ഈ NSSന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ രാമചന്ദ്രൻ നായരായിരുന്നു. അന്നെന്താ കേരളത്തിൽ സംഭവിച്ചത്? ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സമ്പൂർണ്ണമായ ഒരു ചെലവ് വസൂലാക്കൽ, കോസ്റ്റ് റിക്കവറി പദ്ധതി കൊണ്ടുവരിക. അതിനുവേണ്ടി അന്നത്തെ പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ V രാമചന്ദ്രനെ ഒരു കമ്മീഷനായി വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ്? സർക്കാരിൻ്റെ ചെലവ് ചുരുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്ന്, സർക്കാർ കൊടുക്കുന്ന എല്ലാ സേവനങ്ങൾക്കും അതിൻ്റെ തുക, ചെലവ്, എക്സ്പെൻസ് ജനങ്ങളിൽ നിന്ന് ഈടാക്കുക. അങ്ങനെയാണ് OP ഷീട്ട് തൊട്ട് ചികിത്സയുടെ എല്ലാ മണ്ഡലത്തിലും ഫീസ് ഏർപ്പെടുത്തിയത്. മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറിയിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതിന് മണിക്കൂർ വെച്ച് ഫീസ് ചുമത്താൻ തീരുമാനിച്ചു. അത് അംഗീകരിച്ച ഗവൺമെൻറ്റല്ലേ UDFൻ്റെ, കരുണാകരൻ്റെ ഗവൺമെൻറ്. അതിന് കേരളത്തിലെ ഇടതുപക്ഷം മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്ന് ശക്തമായി എതിർത്തു. അന്ന് ഈ നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ച മന്ത്രിമാരെ തടഞ്ഞു, വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. അതിൻ്റെ തുടർച്ചയിലെ ആന്റണി സർക്കാർ 2003 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ, അത് വിൽപ്പനയ്ക്ക് വെച്ചല്ലേ, ജിമ്മിൽ വിൽപ്പനയ്ക്ക് വെച്ചല്ലേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് വിൽപ്പനയ്ക്ക് വെക്കുകയും അത് ദുബായ് കേന്ദ്രമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയായിരിക്കുന്ന ഹോളിഡേ ഗ്രൂപ്പുകാർ വാങ്ങിക്കാൻ തയ്യാറാവുകയും ചെയ്തു. കൊച്ചിയിൽ നടന്ന ജിമ്മിൽ അത് വിൽപ്പനയ്ക്ക് വെച്ച് അവർ വാങ്ങിക്കാൻ തയ്യാറായി. എന്താ പിന്നീട് സംഭവിച്ചത്? അതിശക്തമായ സമരം നടത്തി. പിറകോട്ട് പോയോ UDF? 2006 VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് വരികയും ആ ഗവൺമെൻറ്റിൽ ശ്രീമതി ടീച്ചർ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായി മാറുകയും ചെയ്തപ്പോഴാണ് ഇടതുപക്ഷം നടത്തിയ സമരത്തിൻ്റെ തുടർച്ചയിൽ ആ ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് ഹോളിഡേ ഗ്രൂപ്പിന് വിൽക്കുന്ന തീരുമാനം മാറ്റിയത്. അതിനുശേഷമാണ് ഇന്ന് ഡെവലപ്മെൻ്റ് ഉണ്ടായി. ഇന്ന് അവിടെ ചെന്ന് നോക്കിയാൽ എന്താണ്? ആയിരക്കണക്കിന് രോഗികൾക്ക് ചികിത്സ കിട്ടുന്ന, വലിയ ചെലവ് കൂടിയ ഹൃദ്രോഗം, വലിയ ചെലവ് കൂടിയ മസ്തിഷ്ക രോഗങ്ങൾ, വലിയ ചെലവ് കൂടിയ വൃക്ക രോഗങ്ങൾ, ഇതിനെല്ലാം ചികിത്സ കൊടുക്കുന്ന, വലിയ സർജറികൾ നടത്തുന്ന, പുറത്താണെങ്കിൽ വലിയ തുക, ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുക്കേണ്ടി വരുന്ന വലിയ സർജറികൾ, ഇതെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് നടത്തുകയാണ്. അപ്പോൾ കേരളത്തിൽ UDFന് ഒരു ഭരണ തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്ക് 92 ആൻ്റണി മരിച്ച 2000 നടപ്പാക്കാൻ കഴിയാതെ പോയ സ്വകാര്യ മൂലധന താല്പര്യങ്ങൾക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും വിദേശ മൂലധന ശക്തികൾക്ക് അവരുടെ ലാഭ താല്പര്യങ്ങൾക്ക് ആവശ്യമായ ഒരു നയവ്യതിയാനമാണ് സംഭവിക്കുക. അവിടെയാണ് നമ്മൾ ഭരണ തുടർച്ച അനിവാര്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭരണ തുടർച്ച ഉണ്ടായാൽ ഇടതുപക്ഷം തകരുമോ, ഇടതുപക്ഷത്തിന് സമരം ചെയ്ത് പ്രതിപക്ഷ സ്വഭാവം നഷ്ടപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരുപാട് ബുദ്ധിജീവികളുണ്ട്. അപ്പോൾ അവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഭരണ തുടർച്ച എന്ന് പറയുന്നത് ഈ ജനകീയാരോഗ്യവും ഈ ജനകീയ വിദ്യാഭ്യാസവും ലോകോത്തരമായ രീതിയിൽ പബ്ലിക് താല്പര്യങ്ങളെ, പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനെ വലിയ രീതിയിൽ മുൻഗണന കൊടുക്കുന്ന ഈ ജനകീയ വികസനവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ ഭരണ തുടർച്ച അനിവാര്യമാണ്. ആ ഭരണ തുടർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരോഗ്യരംഗത്തൊക്കെ വരുന്ന ചെറിയ വീഴ്ചകൾ. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന ഈ ചികിത്സാ പിഴവുകൾ അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ വിജിലൻസ് വേണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചികിത്സാ പിഴവുകളിൽ ഭൂരിപക്ഷവും എവിടെയാണ്? സ്വകാര്യ ആശുപത്രികളിലാണ്. 96% സ്വകാര്യ ആശുപത്രികളിലാണ്. ബാക്കി 4-5% എന്ത് ചെയ്യുന്നത്? സർക്കാർ ആശുപത്രി. പക്ഷേ സ്വകാര്യ ആശുപത്രികൾ നടക്കുന്ന ഏതെങ്കിലും ചികിത്സാ പിഴവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ച നടക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? കൃത്യമാണ്. സർക്കാരിൻ്റെ സിസ്റ്റത്തെ ആകെ തകർക്കുക, സർക്കാർ സംവിധാനത്തെ, പബ്ലിക് ഹെൽത്തിനെ തകർക്കുക. അതിനുവേണ്ടി എന്താണ്? അത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കെതിരായിട്ട് വീണ ജോർജിനെതിരായിട്ടൊക്കെ വലിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷ നേതാവൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഉന്നയിക്കുകയാണ്. ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കുക എന്ന ഒരൊറ്റ അജണ്ടയിൽ നിന്ന് ഇവിടുത്തെ പ്രതിപക്ഷം പ്രവർത്തിക്കുമ്പോൾ കേരളം നേടിയെടുത്ത ആരോഗ്യ സംരക്ഷണത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ജനങ്ങളുടെ ആരോഗ്യ അവകാശവും നിർദ്ധയമില്ലാതാക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നിയോ ലിബറലിസത്തിൻ്റെ നിർദ്ധയ നീതി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സ്റ്റേറ്റ് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുക, അതൊക്കെ സ്വകാര്യ മേഖല കൊടുക്കുമെന്നാണ്. സ്റ്റേറ്റ് എന്താണ് ഈ ചെയ്യേണ്ടതെന്നാണ് ഈ നിയോ ലിബറൽ വാദികളുടെ നിലപാട്. സതീശിൻ്റെയൊക്കെ നിലപാട് എന്താണ്? സ്റ്റേറ്റ് ഈ ബ്ലാക്ക് സ്റ്റോണിനും ഈ KKR ഗ്രൂപ്പിനുമൊക്കെ ഇവിടെ വന്ന് ആളുകളെ കൊള്ളയടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയാൽ മതി, സ്റ്റേറ്റ് ഒന്നും ചെയ്യണ്ട എന്നാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇടതുപക്ഷം സ്റ്റേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവൈഡറാണ്. ജനങ്ങൾക്ക് ആരോഗ്യം കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം. സ്റ്റേറ്റിനെ ഒരു പ്രൊവൈഡറായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത്. എന്നാൽ വലതുപക്ഷം കാണുന്നത് സ്റ്റേറ്റ് സ്വകാര്യ മൂലധനത്തിന് കുടിവെള്ളം കൊടുക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും വൈദ്യുതി കൊടുക്കാനും ഒക്കെ സ്ഥാപനങ്ങൾ തുടങ്ങട്ടെ, അവർക്ക് അതിനുള്ള ഫെസിലിറ്റേറ്റർ ആയിട്ട് സ്റ്റേറ്റ് പ്രവർത്തിച്ചാൽ മതി, സ്റ്റേറ്റ് ഒന്നിൻ്റെയും പ്രൊവൈഡർ ആവണ്ട. ഇത് രണ്ട് നിലപാടുകളുടെ പ്രശ്നം എന്ന നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പോലും കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഹർഷിനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ വെച്ചതുമായി ബന്ധപ്പെട്ട് ഹർഷിന വലിയ സമരം നടത്തുന്നു. എന്നാൽ അവർക്ക് നീതി ലഭിക്കുന്നില്ല. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും നഴ്സുമാരുടെ ഭാഗത്തു നിന്നും നിയമനങ്ങൾ കൃത്യമായിട്ടും സർക്കാരിൽ നിന്ന് വലിയ രീതിയിൽ വരുന്നില്ല. അതുകൊണ്ട് ഡോക്ടർമാരുടെ കുറവും നഴ്സുമാരുടെ കുറവും ഒക്കെയാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നുള്ളത് അവരും ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണം എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യരംഗത്തുണ്ടാവുന്ന വീഴ്ചകൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചില്ലേ, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ പേരിൽ ഒരാൾക്ക് പോലും എന്താണ് അനീതികരമായ ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷെ ആ സംഭവങ്ങളെ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സർക്കാർ കാണുന്നുണ്ട്, അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അർഷന ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിൻ്റെയായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന ഒരു രീതിയിൽ അതിനെ ഒരു പ്രതിപക്ഷവും വലതുപക്ഷ ശക്തികളൊക്കെ വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശുപത്രികളിൽ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളികളാവുന്ന അല്ലെങ്കിൽ അതിൽ ആരോപിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ സംഘടനകളും ഒക്കെ ഉണ്ടാവും. അവരവരുടേതായ നിലപാടുകളിൽ നിന്ന് അവരുടെ അംഗങ്ങളുടെയും അവരെ സംരക്ഷിക്കാനൊക്കെയുള്ള നീക്കങ്ങൾ നടത്തിയേക്കാം, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെയല്ല കേരളത്തിൻ്റെ അവസ്ഥ. കേരളത്തിൽ ഇന്ത്യയിലെ മറ്റൊരു ആരോഗ്യ സേവന രംഗത്തും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 10,000 പുതിയ തസ്തികകൾ വന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ആളുകളുടെ ചികിത്സയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു പോരായ്മയുണ്ട്, ഇനിയും വേണം. പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു ആരോഗ്യ മേഖലയിലും ഇങ്ങനെ 10,000 പുതിയ തസ്തികകൾ ഉണ്ടായിട്ടില്ല. ഉള്ള തസ്തികകൾ വെട്ടിക്കുറക്കുക ചെയ്ത് ഇവിടെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ കേരള സർക്കാർ തന്നെ എന്താണ് 20,000 കോടിയുടെ നിക്ഷേപമാണ് അടിസ്ഥാന സൗകര്യ രംഗത്ത്, ഈ ആരോഗ്യരംഗത്ത് ഇപ്പോൾ നിക്ഷേപിച്ചത്. അതിന് പുറത്താണ് എന്ത് ചെയ്യുന്നത്? കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി കിഫ്ബിയുടെ 10,000 കോടി എന്ന് പറഞ്ഞാൽ 30,000 കോടി. കേരളം എന്ന് പറയുന്ന ഒരു 3.5 കോടി ജനങ്ങളുള്ള ഒരു ചെറിയ പ്രദേശത്ത് 30,000 കോടിയുടെ നിക്ഷേപമാണ് ഈ 10 വർഷക്കാലം കൊണ്ട് ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്നത്. 10,000 കോടിയുടെ 10,000 തസ്തികളാണ് പുതുതായി സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈ മാഹാത്മ്യം നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ആവശ്യവും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടത്ര ആയിട്ടില്ല എന്നറിയുമ്പോൾ തന്നെ ഇന്ത്യയിലെ മറ്റിതര പ്രദേശങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആരോഗ്യരംഗത്തെ ഇടപെടലൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പം വലിയ മാറ്റമാണ്, വലിയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, മനുഷ്യ ജീവിത ഗുണനിലവാരത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വികസന സൂചി, അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ വികസന സൂചികൾ വെച്ച് നോക്കുമ്പോൾ കേരളം എന്താണ് എല്ലാ രംഗത്തും. ഇപ്പോൾ ശിശുമരണ നിരക്ക് നോക്കുമ്പോൾ എന്താണ്, അമേരിക്കയിൽ 1000-ന് 6 പേരാണ്, കേരളത്തിൽ 5ആണ്. ഇത് അത്ഭുതകരമായ, ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡായ ഒരു സൊസൈറ്റിയാണ് അമേരിക്ക.
അമേരിക്കയേക്കാൾ എന്താണ് ശിശുമരണ നിരക്ക് കുറക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആയുർദൈർഘ്യം അത് നമ്മൾ ആലോചിക്കണം. ദേശീയ തലത്തിൽ 66 വയസ്സാണ്. കേരളത്തിൽ എന്താണ് ഒരു പ്രയാസമില്ലാതെ 76 വയസ്സ് കിട്ടും. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാലോ, മെഡിക്കൽ കോളേജിൽ നമ്മുടെ ബന്ധുക്കൾക്ക് ഒരു അസുഖം വന്നാൽ ജീവൻ കുറച്ച് ദിവസം നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കും. എന്നാൽ മലയാളി നേടിയ പൊതുവായ ആരോഗ്യ ഭക്ഷണ ഇതൊക്കെയായി ബന്ധപ്പെട്ട് മലയാളിക്ക് എന്തുണ്ട്? ദേശീയ ശരാശരിയേക്കാൾ 10 വർഷം കൂടുതലുണ്ട്. 76 വയസ്സാണ്. സ്ത്രീകൾക്ക് 80 വയസ്സ് വരെയാണ്. ഒരു പ്രയാസമില്ലാതെ സ്ത്രീകൾ 80 വയസ്സ് വരും, ഗുരുതരമായ രോഗങ്ങളൊന്നുമില്ലെങ്കിൽ. പക്ഷേ 76 വയസ്സ് കഴിഞ്ഞ്, ഇപ്പോൾ 76 വയസ്സ് കഴിഞ്ഞ ഒരാളും കേരളത്തിൽ എന്താണ് ആരോഗ്യപൂർണ്ണമായിട്ട് കേരളത്തിൽ പൊതുജീവിതത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ വലിയ മാറ്റങ്ങളാണ്. ശിശുമരണ നിരക്ക്, അതുപോലെ തന്നെ പ്രസവ മരണ നിരക്ക്, ഈ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഡെവലപ്ഡ് കൺട്രികൾക്ക് സമാനമായ രീതിയിൽ ജീവിത ഗുണനിലവാരം ഉയർന്നൊരു സമൂഹമാണ് കേരളം. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് 57 EMS സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണം തൊട്ട് വിപ്ലവകരമായി മനുഷ്യരുടെ ഭൗതിക ജീവിത ബന്ധങ്ങളെ ജനകീയമാക്കുന്ന ഒരുപാട് നടപടികളുടെ ഭാഗമായിട്ടാണ്. എന്നാൽ എല്ലാ കാലത്തും മനുഷ്യരുടെ ഭൗതിക ജീവിത ബന്ധങ്ങളെ, ഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് അനുകൂലമാക്കുന്ന നയങ്ങൾക്കെതിരായിട്ട് നിന്നവരാണ്. പാളയിൽ കഞ്ഞി കുടിപ്പിക്കുമെന്നും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കുമെന്നും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത മനുഷ്യരോട് പറഞ്ഞവരാണ് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം. ആ വലതുപക്ഷ രാഷ്ട്രീയം എല്ലാ കാലത്തും ആ വർഗ ഇതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് ഭൂപ്രദേശങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എന്താണ് സ്ഥിതി? ദളിതരുടെ അവസ്ഥ എന്താണ്? പിന്നോക്കരുടെ അവസ്ഥയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ സാഹചര്യം എന്താണ്? നമ്മുടെ മൂല്യബോധങ്ങളിലും ആശയങ്ങളിലൊക്കെ ഇപ്പോഴും എന്താണ് ഈ ബ്രാഹ്മണ്യത്തിൻ്റെതായ ഈ ദളിത് വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതെല്ലാം താരതമ്യേനെ വളരെ കുറഞ്ഞിരിക്കുന്ന സമൂഹമാണ്, മയപ്പെട്ടിരിക്കുന്നൊരു സമൂഹമാണ് കേരളം. ചത്താൽ കുഴിച്ചിടാൻ 6 അടി മണ്ണില്ലാത്ത മനുഷ്യരുടെ നാടായിരുന്നു 57 കേരളം. തകഴി രണ്ടിടങ്ങാഴി എഴുതുന്നത് 1948. ആ രണ്ടിടങ്ങാഴിയിലെ നായകനായ കോരൻ്റെ പിതാവ് മരിക്കുന്ന ഒരു സന്ദർഭം തകഴി ആ നോവലിൽ ഹൃദയഭേദകമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തെ കുഴിച്ചിടണം. കോരനും പിതാവും എന്നൊക്കെ പറയുന്നത് ജീവിതം മുഴുവൻ ജന്മിയുടെ പാടത്തും കായലിലും ഒക്കെ പണിയെടുത്ത ആൾക്കാരാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ ശവം കുഴിച്ചിടാൻ 6 അടി മണ്ണില്ല. ജന്മിയോട് സംസാരിക്കുന്നു നാട്ടുകാരൊക്കെ പോയിട്ട്, പക്ഷേ ജന്മി ഇല്ല, അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം പിതാവിൻ്റെ ശവം അടക്കം ചെയ്യാൻ 6 അടി മണ്ണ് പോലുമില്ലാത്ത നിസ്സഹായമായ മനുഷ്യരുടെ അവസ്ഥയാണ് കോരനിലൂടെ തകഴി അവതരിപ്പിക്കുന്നത്. വലിയ കല്ല് വെച്ച്, ഭാരമുള്ള കല്ല് വെച്ച് കയറുകൊണ്ട് ഈ ശവത്തിൽ, ഈ മൃതദേഹത്തിൽ വരിഞ്ഞു കെട്ടി ഒരു വള്ളത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സഖാവായ പൗലോസുമായിട്ട് കായലിൻ്റെ നടുക്കേക്ക് ഈ ജഡം കൊണ്ടുപോകുന്നുണ്ട് കോരൻ. എന്നിട്ട് ആ കായലിൻ്റെ നടുക്കയങ്ങളിലേക്ക് സ്വന്തം പിതാവിൻ്റെ ജഡം മത്സ്യങ്ങൾക്ക് തിന്നാനായിട്ട് ഒഴുക്കി കൊടുക്കുന്നുണ്ട്. അതായിരുന്നു പഴയ കേരളം. ആ അവസ്ഥയിൽ നിന്ന് കേരളം എത്ര മാറി എന്നുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും മലയാളി കൈവരിച്ച നേട്ടങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും അൺഎക്കണോമിക് എന്ന് പറഞ്ഞ 5000 സ്കൂളുകൾ അടക്കാൻ 92 ET മുഹമ്മദ് ബഷീർ ഉത്തരവിട്ടതാണ്. ഞാൻ പഠിച്ച സ്കൂളടക്കം പൂട്ടിപ്പോണ്ടതായിരുന്നു, ഞങ്ങളെ പ്രൈമറി സ്കൂൾ. ഈ 5000 സ്കൂളുകളുടെ പട്ടിക വന്നപ്പോൾ അൺഎക്കണോമിക്കാന്ന് പറഞ്ഞിട്ട് ഇത് അടക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മളത് സംരക്ഷിച്ച. ഇന്ന് ആ അവസ്ഥയുണ്ടോ കേരളത്തിൽ? ഇന്ത്യയിൽ പള്ളിക്കൂടങ്ങൾ പൂട്ടിപ്പോകാത്ത ഏക സംസ്ഥാനം കേരള. തൊട്ടടുത്ത് കർണാടകയിൽ, സിദ്ധാരാമയ്യയുടെ കർണാടകയിൽ ഈ സമീപ നാളുകളിൽ വന്ന കണക്കുകൾ എന്താണ്? 600 ചില്ലാനും പള്ളിക്കൂടങ്ങളാണ് പൂട്ടിപ്പോയത്. ദേശീയതലത്തിൽ 65,000 സർക്കാർ സ്കൂളുകളാണ് പൂട്ടിപ്പോയത്. എന്നാൽ കേരളത്തിൽ ഒറ്റ സ്കൂൾ പൂട്ടിപ്പോകുന്നുണ്ടോ? സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള എല്ലാ സ്കൂളുകളും അതിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്തും അതിൻ്റെ സിലബസിൻ്റെ രംഗത്തുമൊക്കെ എന്താണ് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറുകയാണ് നമ്മൾ. അപ്പോൾ ഈ മാറ്റമാണ് ദുഷ്പ്രചരണങ്ങൾക്ക്, തെറ്റായ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നതിലേക്ക് ഒരു വിഭാഗം വലതുപക്ഷ രാഷ്ട്രീയക്കാരെയും ഒരു വിഭാഗം മാധ്യമങ്ങളെയും എത്തിക്കുന്നത്. എയിംസ് കൂടി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് കൂടുതൽ നല്ലതായിരിക്കും. എന്നാൽ BJP ഇതര സ്റ്റേറ്റുകൾക്കൊക്കെ നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലടക്കം നൽകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിന് മാത്രം എയിംസ് ഇപ്പോഴും കിട്ടാൻ കഴിയായിട്ടുള്ളത് തോന്നുന്നത്? അത് കൃത്യമായ രാഷ്ട്രീയ വൈരാഗ്യമാണ്. ഇപ്പം നിർമ്മലാ സീതാരാമൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ ബജറ്റിൽ? നമ്മളെല്ലാം പ്രതീക്ഷിച്ചതാണ്. കാരണം സുരേഷ് ഗോപി
കേന്ദ്രമന്ത്രിയാണ്. BJP രാജീവ് ചന്ദ്രശേഖർ എയിംസ് വരും. സ്ഥലത്തെക്കുറിച്ച് മാത്രമേ തർക്കമുണ്ടായിരുന്നുള്ളൂ. എയിംസ് ആലപ്പുഴയിൽ വേണോ, കോഴിക്കോട്ട് വേണോ, തിരുവനന്തപുരത്ത് വേണോ എന്നുള്ള കാര്യത്തിലാണ് താല്പര്യം. സുരേഷ് ഗോപി ആലപ്പുഴയാവട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നേമത്താവാമെന്നും പൊതുവേ കേരള സർക്കാർ കിനാലൂരാവട്ടെ. ഇവിടെ സ്ഥലം കണ്ടെത്തിയത് നമ്മൾ, അതിൻ്റെ എല്ലാ വിവരങ്ങളും റിപ്പോർട്ടുകളും എന്താണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചാണ്. പക്ഷേ നമുക്ക് അനുവദിച്ചില്ല. അത് കേരളത്തോടുള്ള കേരള വിരുദ്ധമായൊരു നിലപാടാണ്. കേരള വിരുദ്ധമായ നിലപാട് എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണ്. ഈ കേരള സ്റ്റോറികൾ പോലെയുള്ള സംഘപരിവാർ പ്രൊപ്പഗൻഡ ക്യാമ്പയിൻ്റെ, അവരുടെ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമകൾ ഒരു ഭാഗത്ത് കേരളത്തെക്കുറിച്ച് അങ്ങേയറ്റം തെറ്റായ ഒരു ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് കേരളത്തെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുള്ള, കോർപ്പറേറ്റുകൾ കൈയടക്കാനുള്ള നയങ്ങൾ ഉണ്ടാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യരംഗത്ത് 100% വിദേശ മൂലധന നിക്ഷേപം അനുവദിക്കുക. ഇന്ത്യയിൽ ഡൽഹിയിൽ നോക്കൂ, 93 ഇൻ്റർനാഷണൽ ഈ വിദേശ കോർപ്പറേറ്റുകളുടെ ആശുപത്രികളാണുള്ളത്. മഹാരാഷ്ട്ര നോക്കൂ, BJP ഭരിക്കുന്നത്, BJPയും കോൺഗ്രസും ഭരിച്ച സ്ഥലങ്ങളാണ്. അവിടെ എന്താ സ്ഥിതി? 80 ചില്ലാനം വിദേശ ആശുപത്രികളാണുള്ളത്. കേരളത്തിൽ ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികൾ, നമ്മുടെ നാട്ടിൽ ആസാദ് മൂപ്പൻ്റെയും അലക്സാണ്ടർ ഡോക്ടറെയൊക്കെ ആശുപത്രികൾ അവരെന്താണ് എൻ്റെ ഓഹരി വാങ്ങി കേരളത്തിൽ കടന്നു വരാൻ ശ്രമിക്കുകയാണ്. ഇതിനെ അതിശക്തമായി പ്രതിരോധിക്കണം. ഇതിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളെ, സർക്കാർ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കും. 2 തരത്തിലും അക്കാര്യത്തെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള അത്യന്തം അപകടകരമായ സംഘപരിവാർ ഫാസിസത്തിൻ്റെ സ്വത്വരാഷ്ട്രീയ യുക്തികൾ വലിയ രീതിയിൽ വരികയാണ്. മലയാളി എന്താണ് കല്യാണം കഴിക്കുകയാണ് മുസ്ലിം ചെറുപ്പക്കാർ പെൺകുട്ടികളെ, എന്നിട്ട് അവരെയൊക്കെ മതം മാറ്റുകയാണ്, എന്നിട്ട് അവരെയൊക്കെ ലവ് ചെയ്താണ്. ഈ കേരളം പോലൊരു സമൂഹത്തിനകത്ത് എന്താണ് നിർബന്ധിച്ച് ഹിന്ദു പെൺകുട്ടികളെ കൊണ്ട് ബീഫ് കഴിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു നെറേഷൻ ഉണ്ടാക്കുകയാണ്. ഈ നെറേഷനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇവിടുത്തെ UDF-കാർ? ഇന്നലെ അതിന്റെ ഒരു പത്രസമ്മേളനം നടന്നു. 46 സ്ത്രീകളെയാണ് അവര് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം ലവ് ജിഹാദിന്റെ ഇരകളാണെന്ന് പറയുന്നു. അപ്പോൾ മലയാളികളായ മാധ്യമപ്രവർത്തകർ, ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ഇതിനകത്ത് മലയാളികൾ ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേരളത്തിന്റെ കഥയല്ല, കേരള സ്റ്റോറി എന്ന് പേരിട്ടിട്ട് ഇത് കേരളത്തിന്റെ കഥയല്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു കഥയ്ക്ക് കേരള സ്റ്റോറി എന്ന ഒരു പേരിടാൻ എന്തായിരിക്കും കാരണം? കൃത്യമാണ് അവരുടെ അജണ്ട. കേരളം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ കോർപ്പറേറ്റ് ഹിന്ദുത്വ വർഗീയ അജണ്ടയെ മാതൃകാപരമായി തന്നെ പ്രതിരോധിക്കുന്ന ഒരു ബദൽ നയത്തിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യർക്കിടയിൽ ഇത്രയും മൈത്രിയും സൗഹൃദവുമുള്ള ഒരു സമൂഹം ഇന്ത്യയിൽ മറ്റെവിടെയില്ല. മനുഷ്യർക്കിടയിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയോ എന്ന വിഭജനമില്ലാതെ മനുഷ്യരെല്ലാം സഹോദര തുല്യമായി ജീവിച്ചു പോകുന്നൊരു സമൂഹമാണ്. ഫഹീമിൻ്റെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം. എനിക്കിഷ്ടപ്പെട്ടത് ബീഫാണ്, ഞാൻ ബീഫ് കഴിക്കും. ഫഹീമിന് ബീഫ് കഴിക്കേണ്ട, പോർക്കാണ് കഴിക്കണമെങ്കിൽ പോർക്ക് കഴിക്കും. മലയാളികൾക്കിടയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. വളരെ സ്നേഹപൂർണ്ണമായിട്ട് പോർക്ക് കഴിക്കുന്നവർ, ബീഫ് കഴിക്കുന്നവർ, പച്ചക്കറി കഴിക്കുന്നവർ, മാംസം കഴിക്കുന്നവരെല്ലാം വളരെ സാഹോദര്യപൂർണ്ണമായിട്ട് ജീവിച്ച് പോകുന്ന ആളുകൾ. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നമ്മളെന്താണ്, എനിക്ക് വെജിറ്റബിളാണ് ഇഷ്ടമെങ്കിൽ ഞാൻ വെജിറ്റബിളും, ഫഹീമിന് ബീഫാണ് ഇഷ്ടമെങ്കിൽ ഫഹീം ബീഫും കഴിക്കുന്ന ആ രീതിയിൽ സഹോദര തുല്യമായ ഒരവസ്ഥ ഈ മലയാളികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് സംഘപരിവാറിൻ്റെ മതധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സിനും അതേപോലെ തന്നെ അവരുടെ ഹിന്ദു മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യയശാസ്ത്ര അജണ്ടക്കും എതിരായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് കേരളത്തെ എല്ലാ അർത്ഥത്തും കേരളം ഇതാ ഇവിടെ ആളുകളെ മതം മാറ്റിച്ച് കല്യാണം കഴിച്ച് സിറിയയിലേക്കൊക്കെ ആടുമേക്കാൻ കൊണ്ടുപോകുന്ന ആളുകളുള്ള വലിയ രീതിയിലുള്ള ജിഹാദികളുടെ നാടാണ്, കമ്മികളുടെ നാടാണ്. ഈ രീതിയിലുള്ളൊരു ഇമേജ് ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇപ്പം നോക്കൂ, നിങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണാപഹരണവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ സ്വർണ്ണാപഹരണ കേസിൽ നിരവധി ആളുകൾ പ്രതികളായിട്ടുണ്ട്, പ്രതികൾ ജയിലിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കേന്ദ്ര കുറ്റസ്ഥാനത്ത് വരുന്ന ഒരാളെ കൊല്ലത്തെ വിജിലൻസ് കോടതി എന്ത് പറഞ്ഞു എന്നല്ല നോക്കേണ്ടത്. ഈ കേസ് അന്വേഷിക്കുന്ന SIT കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജീവ് ഖണ്ഡരെ അറസ്റ്റ് ചെയ്ത്, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത്. അയാൾക്കിതിലുള്ള പങ്ക് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അയാളാണ് ശബരിമല സ്വർണ്ണാപഹരണത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിച്ചത്. അയാളെ വെച്ചുകൊണ്ടാണ്, അയാളുടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെല്ലാം
നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അയാളെ വളരെ സുജായിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീധരൻപിള്ള മാത്രമല്ല, രമേശ് ചെന്നിത്തലയും വന്നിരിക്കുന്നു, VD സതീശനും വന്നിരിക്കുന്നു. ഈ അസംബ്ലിക്കകത്തൊക്കെ എന്താണ്, രാജീവ് ഖണ്ഡറെ എന്തോ ഒരു നിരപരാധിയാണ്, നിരപരാധിയെ പിടിച്ച് പിണറായി വിജയൻ രാഷ്ട്രീയ വിദ്വേഷം വെച്ചിട്ട് പീഡിപ്പിക്കുകയാണ്. എന്താ ഈ രാഷ്ട്രീയ വിദ്വേഷം? ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ എതിര് നിന്ന ആളാണ് ആര്? ഈ ഖണ്ഡര്. ശബരിമല യുവതീ പ്രവേശ വിധി പിണറായി വിജയനാണോ പ്രഖ്യാപിച്ചത്? ഇന്ത്യയുടെ സുപ്രീം കോടതിയല്ലേ. ആ വിധി വന്നപ്പോൾ AICCയുടെ വക്താവ് ആദ്യം തന്നെ ട്വീറ്റ് ചെയ്തത് എന്താണ്? ഇതൊരു ചരിത്രപരമായ വിധിയാണെന്നാണ്. സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയുള്ള വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ചരിത്രപരമായ വിധി എന്നാണ് പറഞ്ഞത്. ജന്മഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എന്താണ്, ആ വിധിയെ സ്വാഗതം ചെയ്തവരാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ആ വിധി നടപ്പാക്കാൻ നിയമപരമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഗവൺമെൻറ് അത് നിർവഹിക്കുക ചെയ്ത്. പക്ഷേ ഇവിടെ എന്താണ്, ചരിത്രത്തിലെ ഏറ്റവും കാലഹരണപ്പെട്ട വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ ശ്രുതികളിലും സൂത്രങ്ങളിലുമൊക്കെ അഭിരമിക്കുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയിൽ അവരിതിലൊരു സുവർണാവസരമാക്കുമ്പോൾ ഞങ്ങൾക്കും ഇതൊരു സുവർണാവസരം ആണ് എന്ന് കണ്ട് എന്താണ് ഈ വലതുപക്ഷ ലഹളകളിലേക്ക് പോയ ആൾക്കാരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. അപ്പോൾ BJPക്കാരും കോൺഗ്രസ്സുകാരൊക്കെ ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പം മലയാളികൾക്കിടയിലെ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും പ്രാചീനമായ ദളിത് വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ ഈ ശബരിമല തന്ത്രിയെ കുറ്റം ചെയ്താൽ ഭരണഘടന അനുസരിച്ച് അയാൾ അയ്യപ്പൻ്റെ അപ്പനാണോ എന്നൊന്നും നോക്കേണ്ട പ്രശ്നമില്ല. അയ്യപ്പൻ്റെ ഫാദറാണ് ഇയാളെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ തന്ത്രിയാണ്. ശബരിമല തന്ത്ര സംഹിതകളും തന്ത്രവിധികളും അനുസരിച്ച് അയാൾക്ക് ദിവ്യമായ സ്ഥാനമുണ്ട്. പക്ഷേ ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ശബരിമലയിൽ ഈ രീതിയിലുള്ളൊരു അപഹരണത്തിന് കൂട്ടു നിൽക്കരുതായിരുന്നു. അപഹരണത്തിൽ അന്വേഷണ ഏജൻസികൾ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അപ്പോൾ നിയമാനുസൃതമായ രീതിയിലുള്ള അന്വേഷണത്തിലാണ് SIT അയാളെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത്. എന്നിട്ട് അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് പിണറായി വിജയൻ അയാളോട് കാണിച്ച പീഡനമാണ്. അത് അയ്യപ്പനോട് ഇയാളോട് കാണിച്ച പീഡനം എന്താണ്? അയ്യപ്പൻ്റെ തന്തയുടെ സ്ഥാനത്ത് വരുന്ന ആളാണ് പോലും ഇയാൾ. അതുകൊണ്ട് അത് അയ്യപ്പനെ നേരെ കാണിച്ച പീഡനമാണ് എന്ന രീതിയിൽ ഒരു നെറേഷൻ ഉണ്ടാക്കാൻ ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനും മാത്രമല്ല രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ രംഗത്ത് വന്നിരിക്കുക. ഇതാണ് കേരളത്തിലെ വലതുപക്ഷം. ഇവർക്ക് സംഘപരിവാറിനും കോൺഗ്രസിനും UDFനും ഒരേ അജണ്ടയാണ്. നമ്മൾ കണ്ടല്ലോ കേരള സ്റ്റോറി വന്നപ്പോൾ. കേരള സ്റ്റോറിയിൽ മറ്റൊരു കാര്യം, കേരള സ്റ്റോറിയിൽ പിന്നെ ബീഫ് തിന്നുന്നതുമായി ബന്ധപ്പെട്ട് SFI ഒരു സമരം പ്രഖ്യാപിക്കുന്നു, ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നു. അതിനെതിരെയായിട്ട് MSFന്റെ സംസ്ഥാന സെക്രട്ടറി ആദ്യമായിട്ട് പറയുന്നു, ഇടതുപക്ഷം മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യുന്നത് എന്ന് MSFന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. പിന്നീട് PMS സലാമും മുസ്ലിങ്ങളെ പറ്റിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നും പറയുന്നു. ഇതിന് കൂടെ ഐക്യപ്പെടേണ്ട മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു ആക്രമണം ഇടതുപക്ഷത്തിനെതിരെ പറയുന്നത്? അത് കൃത്യമായ രാഷ്ട്രീയമാണ്. സംഘപരിവാറുമായിട്ട് എല്ലാ കാലത്തും രഹസ്യബന്ധമുള്ള ആൾക്കാരാണ്. 1960 പട്ടാമ്പിയിൽ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ ഒപ്പം നിന്ന അവരെ കൂട്ടിയുണ്ട്. EMSന് എതിരായി മത്സരിച്ച ജനസംഘ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് ജനസംഘമായിട്ട് ദേശീയ തലത്തിൽ ധാരണ ഉണ്ടാക്കിയ ആൾക്കാരാണ് ആര്? ഇവിടുത്തെ ഇന്നത്തെ UDFനെ നയിക്കുന്ന ലീഗും കോൺഗ്രസും എന്ന് പറയുന്നത്. 91 നമ്മൾ കണ്ടതല്ലേ, ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന സമയത്തല്ലേ കോലീബി ഉണ്ടായത്. BJP ആയിട്ട് വടകരയിലും ഇവിടെ ബേപ്പൂരിലും സഖ്യം ഉണ്ടാക്കിയത്. അവർക്ക് എന്തില്ല, യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനുമെതിരായിട്ട് ഒരു നിലപാടുമില്ലാത്ത ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാരും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. MSFന്റെ പ്രസിഡന്റ് എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ സെക്രട്ടറി എന്താ അദ്ദേഹം പറയുന്നത്? ബീഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഭക്ഷണമാണോ? അങ്ങനെ എനിക്കങ്ങനെ ഒരു നറേഷൻ ഇല്ല. ഇന്ത്യയിലെ ജനങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഫുഡ് സെൻസസ് ഉണ്ടല്ലോ, ഫുഡ് സർവേ, ഭക്ഷണ സർവേ, ആ ഭക്ഷണ സർവേയിലെ കണക്കിനനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങളിൽ 81% ആളുകൾ എന്താണ്, നല്ല മാംസമുക്കുകളാണ്. ഇനി ഈ വെജിറ്റേറിയന്മാരെന്ന് പറയുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഒരു പ്യൂർ വെജിറ്റേറിയൻസ് ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാതൊരു. വെജിറ്റേറിയന്മാരെല്ലാം പാല് കുടിക്കുന്ന ആൾക്കാരാണ്, മുട്ട കഴിക്കുന്ന ആൾക്കാരാണ്, മോരും തൈരും കഴിക്കുന്ന ആൾക്കാരാണ്. മോരും തൈരും പാലിൻ്റെ രൂപാന്തരമാണ്. പാല് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്തനികൾക്കിടയിൽ
സസ്തനികൾക്കിടയിൽ എന്താണ് അവരെ ഡെലിവറി സമയത്ത് മാംസം തന്നെയാണ് സ്ത്രീ ശരീരത്തിൽ എന്തായി മാറുന്നത്, പാലായിട്ട് രൂപാന്തരം. അതൊക്കെ പ്രാഥമികമായ ജീവിതശാസ്ത്രം നമ്മുടെ പ്രൈമറി സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ്. MSFൻ്റെ സെക്രട്ടറിക്ക് അറിയില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ സാധാരണ ആളുകൾക്കൊക്കെ ജീവശാസ്ത്ര ജ്ഞാനമുള്ള എല്ലാ ആളുകൾക്കും തന്നെയാണ്. അപ്പം മനുഷ്യരിൽ എന്താണ് ഇങ്ങനെ വെജിറ്റേറിയൻസ്, നോൺ വെജ് എന്ന പേരിൽ ഒരു ശുദ്ധ വെജിറ്റേറിയൻസും മാംസബുക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭജനേ അർത്ഥമില്ല. അതിലൊന്നും അതൊക്കെ അസംബന്ധമാണ്. അത് PM ഭാർഗവ, ഇന്ത്യയുടെ ലോകപ്രശസ്തനായ ജീവശാസ്ത്രജ്ഞൻ PM ഭാർഗവ തന്നെ നേരിട്ട് ഗോൾവാൾക്കറോട് സംസാരിച്ചിട്ടുള്ളതാണ്. നിങ്ങളിത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ 81% ആളുകൾ മാംസബുക്കുകളാണ്. അതിൽ 71% ആളുകളും ആരാണ്? ബീഫ് കഴിക്കുന്നവരാണ്. ഇന്ത്യയിലെ 71% ആളുകൾ ബീഫ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ MSFൻ്റെ സെക്രട്ടറിയും ലീഗിൻ്റെ സെക്രട്ടറിയായ PM സലാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? 2011 സെൻസസ് അനുസരിച്ച് 14.5% ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഇപ്പം ലേശം കൂടിയിട്ടെന്ന് വെച്ചോ. പക്ഷേ കുടുംബാരോഗ്യ സർവേ പറയുന്ന ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു എന്നാണ് മുസ്ലിങ്ങൾക്ക്. ശശികല ടീച്ചറും BJPക്കാരും ഒക്കെ 5-6 കല്യാണം കഴിക്കുന്നൊക്കെ പ്രചരണം നടത്തുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ വർധനവിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പം മുസ്ലിം സമുദായം എന്താണ് ഫെർട്ടിലിറ്റി നിരക്ക് കുറഞ്ഞിരിക്കുക. അതുപോട്ടെ, ഇന്ത്യയിൽ 71% ആളുകൾ ജനസംഖ്യയിൽ ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ 14-15% ആരുള്ളൂ? മുസ്ലിങ്ങളുള്ളൂ. പിന്നെ എങ്ങനെയാണ് മുസ്ലിം ഭക്ഷണം എന്ത് ബീഫ്? എന്ത് യുക്തിയാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ വാദത്തിലുള്ളത്? പലസ്തീൻ പറഞ്ഞാൽ അത് മുസ്ലിം വോട്ട് നേടാനാണെന്ന് പറയും. പലസ്തീൻ ഒരു ഇൻ്റർനാഷണൽ പ്രശ്നമാണ്. രാഷ്ട്രങ്ങളെ സംബന്ധിച്ച, ജനതകളുടെ സ്വയംനിർണയത്തെ സംബന്ധിച്ച, ഇനിയും അവസാനിക്കാത്ത കൊളോണിയലിസത്തെ സംബന്ധിച്ച ഒരു സാർവദേശീയ പ്രശ്നമാണത്. അതിനെ അങ്ങനെ സമീപിക്കാൻ എന്താണ് ഈ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണെന്ന് പറയും. ഇവരുടെ കണ്ണെപ്പോഴും എന്താണ് ഈ വോട്ടിലാണ്. ഇടതുപക്ഷം വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങളെ കാണുന്നത്. ഇടതുപക്ഷത്തിന് വ്യക്തമായ സാർവദേശീയ നിലപാടുകളും അംഗീകൃതമായ ചില തത്വങ്ങളുമുണ്ട് മനുഷ്യരാശിയുടെ ഭാവിയെ സംബന്ധിച്ച്. ആ നിലപാടുകൾ എന്നാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയണം. ഇന്ത്യയിലെ 71% മാംസബുക്കുകളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ബീഫ് നിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ ബീഫ് ഫെസ്റ്റ് നടത്തി തന്നെ പ്രതിരോധിക്കണം. എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ അപമാനിക്കപ്പെടുന്നത്, നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്, അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്വത്തെ, നിങ്ങളുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ അവകാശമുണ്ട്. ഇത് പ്രാഥമികമായ ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയിലെ സർക്കാരിൻ്റെ തന്നെ കുടുംബാരോഗ്യ സർവേ, ആരോഗ്യ സർവേ ഒക്കെ അനുസരിച്ചുള്ള നമ്മുടെ ഭക്ഷണ സെൻസസ് തന്നെ പറയുന്നത് 71% ഇന്ത്യക്കാർ ബീഫ് കഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ജനസംഖ്യ അതിൽ എത്രയേ ഉള്ളൂ? 14.5% അല്ലെ 15% ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ 71% ബീഫ് കഴിക്കുന്ന മനുഷ്യരുടെ ഭക്ഷണാവകാശത്തിൻ്റെ പ്രശ്നമാണ് ബീഫിൻ്റെ പ്രശ്നം. അതൊരു ജനാധിപത്യ അവകാശത്തിൻ്റെ പ്രശ്നമാണ്. അത് മനസ്സിലാക്കാൻ എന്താണ് ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും ചോര അന്വേഷിച്ച് നടക്കുന്ന കൊതുകുകളായ ആളുകൾക്ക് കഴിയില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ജീവിതാവകാശങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യോചിതമായി, മനുഷ്യരെന്ന അന്തസ്സോടുകൂടി, ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അവകാശത്തിൻ്റെ പ്രശ്നമാണ് ജനാധിപത്യ രാഷ്ട്രീയം, ഡെമോക്രസി എക്കാലത്തും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ SFIക്കാരൊക്കെ അവരുടെ മുദ്രാവാക്യം ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിൽ നിൽക്കുന്ന, ആ ജനാധിപത്യത്തെ ഒരു മൂല്യവും ആദർശവുമായി ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു സംഘടനക്കും എന്ത് ചെയ്യേണ്ടി വരും? ഭക്ഷണത്തിൻ്റെ പേരിൽ അത് നിഷേധിച്ചാൽ. ഇനി നിങ്ങളെ വസ്ത്രത്തിൻ്റെ പേരിൽ ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഹിജാബ് ധരിക്കണം, അതൊരവകാശമാണ്. ഹിജാബ് ധരിച്ച് തന്നെ പോകണം. ഹിജാബ് ധരിക്കുക എന്നുള്ള അവകാശമാണ്. അത് ഓരോ വ്യക്തിയുടെയും മൗലികമായ അവകാശമാണ്. ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, എൻ്റെ അഭിരുചികൾ, എൻ്റെ രീതികൾ ഒക്കെ തന്നെ എന്താണ് എൻ്റെ രാജ്യത്ത് എൻ്റെ ഭരണഘടന എനിക്ക് ഉറപ്പ് നൽകുന്നതാണ്. ഭരണഘടനയുടെ 25-ാം വകുപ്പ് ആർട്ടിക്കിൾ 25 ഇന്ത്യയിലെ ഓരോ സ്ത്രീക്കും പുരുഷനും ട്രാൻസ്ജെൻഡറിനും അവകാശമായി നൽകുന്നതാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാനുള്ള അവകാശം. നിങ്ങൾ ഹിന്ദിയെ സംസാരിക്കാൻ പാടുള്ളൂ, നിങ്ങൾ വെണ്ടക്കൈ സാമ്പാർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ഞങ്ങൾ പറയുന്ന രീതിയിൽ മുണ്ടും നേരിയതും മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് നിങ്ങളുടേതായ ഒരു സംസ്കാരത്തിൻ്റെ ഏകത്വത്തിലേക്ക്, ഏകാത്മകതയിലേക്ക് രാജ്യത്തെ എല്ലാ വിഭാഗം വ്യത്യസ്തമായ സാമൂഹ്യ സംസ്കാര വിശ്വാസധാരകളിൽപ്പെട്ട ജനങ്ങളെ ബലം പ്രയോഗിച്ച് വിലയിപ്പിക്കുന്നതിന് തുല്യമാണ്. ബലം പ്രയോഗിച്ചുള്ള
സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിലെ സംഘപരിവാറിൻ്റെ ഏകാത്മക ദേശീയതയിലേക്കുള്ള വിലയിപ്പിക്കലിൻ്റെ ഭാഗമാണ് ഈ ഭക്ഷണം, ബീഫ് പ്രശ്നങ്ങളൊന്നും. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയം PMA സലാമിനില്ല, MSFന് ഇതിൻ്റെ നേതാക്കന്മാർക്കില്ല. ഈ കാര്യങ്ങളെയൊക്കെ ഈ കുറുക്കൻ എപ്പോഴും കോഴിക്കൂട്ടിലാണ് നോക്കുക. അവർ ഈ വോട്ട് ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഇത് കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ, വളരെ വിപുലമായ, വളരെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ളതാണ് ഈ ബീഫ് കഴിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരം. അതുകൊണ്ട് ബീഫ് ഫെസ്റ്റുകളൊന്നും അത് സമൂഹത്തിൽ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് അപമാനിക്കപ്പെടുന്നത്, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, അതിൻ്റെ പേരിൽ തന്നെ സംസാരിക്കണ്ടേ. ഞാൻ ഇനി മുതൽ ബീഫ് കഴിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് അങ്ങനെ കൈകൂപ്പി നിൽക്കാൻ ഇന്ത്യയിലെ ഭരണഘടന നമ്മളാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഭരണഘടന നമ്മുടെ ഭക്ഷണം, വസ്ത്രം, ഭാഷ, സംസ്കാരം ഇതെല്ലാം തന്നെ നമ്മുടെ അവകാശമായിട്ടാണ്. ആ ഭരണഘടനയിൽ നിന്ന് ചിന്തിക്കാൻ PMA സലാമും MSFൻ്റെ സെക്രട്ടറിയൊക്കെ തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, ലവ് ജിഹാദിനെ പറ്റിയുള്ള ചർച്ചകൾ വരുമ്പോൾ എല്ലാ കാലത്തും ഇടതുപക്ഷ സർക്കാരിനെതിരെ 2006 VS അച്യുതാനന്ദൻ്റെ പത്രസമ്മേളനത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ വരാറുണ്ട്. ഇന്നലെ ഈ കേരള സ്റ്റോറി 2ൻ്റെ ഡയറക്ടറും പറഞ്ഞു, നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു വിമർശനത്തെ ഒരു ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിൽ എങ്ങനെ കാണുന്നു? അല്ല, VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? അന്ന് ജോസഫ് മാഷ് കൈവെട്ടിയ സമയത്താണ് സഖാവ് VS, അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരാണ് ജോസഫ് മാഷിനെ കൈവെട്ടിയത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം കേരളത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണോ? ഇസ്ലാം സമൂഹത്തെ ആകെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണോ പോപ്പുലർ ഫ്രണ്ട്? അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ, മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് ആവുക? VSൻ്റെ പ്രസ്താവനയിൽ അത് കട്ട് ചെയ്ത് തെറ്റായ രീതിയിൽ സംഘപരിവാർ, ഇന്നത്തെ കേരള സ്റ്റോറിക്കാർക്ക് പ്രചരിപ്പിക്കാൻ കഴിയാവുന്ന ഒരു നെറേഷൻ ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്, ഇവിടുത്തെ ലീഗുകാരാണ്, ഇവിടുത്തെ ജമാഅത്തേക്കാരാണ്. VS അച്യുതാനന്ദൻ വളരെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അവസരവാദ രാഷ്ട്രീയം കളിച്ച് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിതം തുടങ്ങിയ ഒരാളല്ല. ജീവിതത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ വളരെ വിമോചനാത്മകമായ അർത്ഥതലങ്ങളിൽ കണ്ടെത്തിയ, അത് ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ള മഹാനായ ഒരു മലയാളിയാണ് VS അച്യുതാനന്ദൻ. അപ്പോൾ VS അച്യുതാനന്ദൻ വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് അക്കാലത്ത് നടത്തുന്ന ഈ ആക്രമണവും വിധ്വംസക പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നാ പറഞ്ഞത്. അല്ലാതെ മുസ്ലിങ്ങളെ ആരെയും, കേരളത്തെ അങ്ങനെ മുസ്ലിങ്ങൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപവും ഒരു കാലത്തും ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എന്നാൽ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. 67 നിയമാനുസൃതമായ ഒരു ജില്ലാ രൂപീകരണം ഈ മലപ്പുറത്ത് നടന്നപ്പോൾ അത് കുട്ടി പാകിസ്ഥാൻ ഉണ്ടാക്കാനാണെന്ന ജനസംഘക്കാരുടെ വാദങ്ങൾ അതേപോലെ ഏറ്റുപിടിച്ച് അസംബ്ലിയിൽ വരെ ഉന്നയിച്ച ആൾക്കാരാണ് ആര്? കോൺഗ്രസ്സുകാർ. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയുടെയും ഇസ്ലാം വിദ്വേഷത്തിൻ്റെയൊക്കെ ആളുകൾ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. സംഘപരിവാറിൻ്റെ അജണ്ടയിൽ പല കാര്യങ്ങളിലും സംഘപരിവാറുമായിട്ട് പൊതുവായ വികാരം, പൊതുവായ രാഷ്ട്രീയം പങ്കിടുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. ഇതുവരെയുള്ള സമയത്തിന് ഓക്കെ.